मक्का मदीने की सरज़मीं को ज़िरे आफ़ताबे नूर है। മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. മക്കാ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ലബൈക അല്ലാഹുമ്മ ലബൈക. കണ്ണിന് കണ്ണായുള്ള റസൂലി പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഓ കണ്ണിന് കണ്ണായുള്ള റസൂലി പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബ ചുമരിൽ. ജന്നത്തിനുടയോനരുളിയ ഹസുറുൽ ഹസുബത്ത് മുത്തി വണങ്ങാൻ ഒത്തിടട്ടെ വിധിയായിടട്ടെ. ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക കനവിലും ഉണർവിലും തിരയുന്നൊരിടമാണല്ലാഹു. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. നിത്യവും ഓരോരോ ദുഃഖഭാരങ്ങളാം കാഫ് പർവ്വതം തോളിലേറ്റി. ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ താണ്ടുകയാണടിയൻ. വെന്തുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരെനിക്കേകുമോ. ഒത്തിടട്ടെ വിധിയായിടട്ടെ. ഒത്തിടട്ടെ വിധിയായിടട്ടെ. അന്തമറിഞ്ഞിടാത്ത വിദൂരത കണ്ണിലെറിഞ്ഞു വളർന്നൊരു പാതയിൽ നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ. കണ്ടുവണങ്ങും കിബിലയുമൊരു നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ. കണ്ടുവണങ്ങും കിബിലയുമൊരു നാൾ. ഒത്തിടട്ടെ വിധിയായിടട്ടെ. ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്കാ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യ
പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. അല്ലാ Nice, nice. Good, Very good, beautiful. good. Very good, very good. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അക്ഷയ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഭയങ്കര ഒരു വൈബായിരുന്നു, രസമുണ്ടായിരുന്നു. എന്താ തോന്നി അക്ഷയ്ക്ക്? കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നി. ആണോ? ശബ്ദം പോയി തോന്നുന്നു അതിനുശേഷം. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. അക്ഷയ് ഇക്ക ഉഗ്രനായിട്ട് പാടിയടാ. താങ്ക് യു ഇക്ക. ഇതില് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ഭയങ്കര മൂഡ് ക്രിയേഷനാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഡിവിനിറ്റി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്. അപ്പം സാധാരണ ഇപ്പൊ ഈ സൂഫി സംഗീതമാണെങ്കിലും ചില സ്ഥലത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഈ എന്താ പറയുക, ഇതിങ്ങനെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കയറുന്നത് നമ്മൾ പറയില്ലേ, എന്നിട്ട് അങ്ങനെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതിന് പിച്ചിങ് ഒരു പരിധിവരെ നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. പക്ഷെ അക്ഷയ് ഇതെന്താണ് ഹൈ റേഞ്ച്, ഇത് എവിടെയാണ് പോണേ? ഞാൻ പേടിച്ചു പോയിട്ടോ അക്ഷയ്, അത്രയും ഹൈ ഒക്കെ പോകുമ്പോഴേ. പക്ഷെ ആ ഹൈ ഒക്കെ സ്റ്റഡി ആയിട്ട് തന്നെ അക്ഷയ് കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെയും ലോ റേഞ്ചിലാണ് ചെറിയ രീതിയിൽ അക്ഷയ് കഷ്ടപ്പെടുന്നത് പോലെ തോന്നിയത്. ബാക്കി പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും. എനിക്ക് പേഴ്സണലി ആ ഒരു ഡിവിനിറ്റി, എസ്പെഷ്യലി ആ ഹൈ നോട്ട് എത്തുമ്പോൾ, ഹൈ ഒക്കെ അക്ഷയ് ഹിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ജോബ്. അക്ഷയക്കുട്ട സാർ, നല്ലൊരു ഡിവൈൻ ഫീൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അക്ഷയുടെ ഹൈ പോർഷൻസ് ബ്യൂട്ടിഫുൾ, താങ്ക് യു സാർ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു റേഞ്ചിൽ സ്റ്റഡിയായിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് ശ്രുതിശുദ്ധമായിട്ട് തന്നെ, എന്നാൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈലും കൂടെ അഡോപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഇരട്ടി മധുരമായിട്ട് മാറി. നല്ല രസമായിരുന്നു. താങ്ക് യു സാർ. അതായത് ത്രൂ ഔട്ട് ദ സോങ് ടോപ്പ് പോർഷൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം മാത്രമാണ് പെട്ടെന്ന് താഴെ വന്നപ്പോഴത്തേക്ക് അതൊരു ഒന്ന് രജിസ്റ്റർ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ പിന്നെ ശ്രുതിയാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നി. ആയുഷ്കാലത്തിൻ അത് ഒന്ന് പാടാം. ആയുഷ്കാലത്തിൻ തീമന്നൽ, ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ, തീമണൽ കാടുകൾ താണ്ടുകയാണടിയൻ. ആ പോർഷൻ ഒന്നര പാടിക്കേ. താണ്ടുകയാണടിയൻ. വെരി ഗുഡ്, ഗുഡ്, ഗുഡ്. അതൊന്ന് ക്ലാരിറ്റി അതിൻ്റെ. പിന്നെ നൊന്തു മടങ്ങി വരുന്നേ അത് പോർഷൻ. നൊന്തു മുടന്തി നടന്നെത്തും ഞാൻ കണ്ടുവണങ്ങും കിബിലയും ഒരു നാൾ, കിബിലയും ഒരു നാൾ. പക്ഷെ ടോട്ടലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവിനിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈ പോർഷൻസ് സൂപ്പർ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സാർ, വളരെ നല്ല രസമുള്ള ഒരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ ഉള്ള ഒരു എന്നോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നീ നിനക്ക് അലറി വിളിക്കുന്നില്ലേ, ആ ഒരു പ്രസൻസ് നമ്മൾ താഴെ പാടുമ്പോഴും വേണം. അവിടെ അടഞ്ഞു പോകുന്നു, അതൊന്നും നോക്കിയുള്ള കേട്ടോ. അത് കാര്യം ആ ഒരു കുറച്ചെങ്കിലും ആ ലോ പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. കാര്യം ഇത് അങ്ങനെ വരുന്നുണ്ടല്ലോ, ഇത് അവിടെ മാത്രം നിൽക്കുന്നതാണ് നീ വെച്ച് കീറിയാനേത്. അപ്പോൾ അത് താഴേക്ക് വരുമ്പോൾ ആ പ്രസൻസ് ഇല്ലായ്മയുണ്ട്, അതൊന്നും നോക്കണം കേട്ടോ. നമുക്ക് ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ടെക്നിക്കലി നമ്മൾ മുകളിൽ പാടുമ്പം ആ ഹെഡ് വോയിസ് യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം പവർ കൊടുക്കണമെന്നുള്ളത് അത് അക്ഷയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക കേട്ടോ. പിന്നെ ഈ അനുപല്ലവിയും ഈ രണ്ട് ചരണങ്ങളുടെയും തുടക്കം അതങ്ങ് കൈവിട്ടു പോയി. പൊക്കോട്ടെ, എനിക്ക് ഇത് മാത്രം ഒന്ന് പാടിത്തരുമോ നീ? ബാക്കിയൊക്കെ പാടിച്ചു, എംജണ്ണൻ പാടിച്ചു. കണ്ടുവണങ്ങും കഴിഞ്ഞിട്ട് വിധിയായിട്ട് അത് ഒരു മേളിലോട്ടൊരു ആകാരമില്ലേ, അതൊന്ന് ഒത്തിടട്ടെ വിധിയായിടട്ടെ. ബലേ ബലേ, ഗുഡ്. അത്രേ ഉള്ളു ചക്കടെ. അത് ബാക്കിയൊക്കെ എന്താ പറയണ്ട, മുകളിൽ പാടിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നീ നേരോജപയ തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് ആലോചിക്കുക. കാര്യം ഇത് നമ്മൾ താഴെ പാടുമ്പോഴും അതൊന്ന് കേൾക്കണ്ടേ. അത്രേ ഉള്ളു ചക്കരെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു സർ. ചേച്ചി അക്ഷയ് ചേച്ചി അക്ഷയ് സൂപ്പർ വരുന്നടാ. താങ്ക് യു ചേച്ചി. എനിക്ക് അക്ഷയിൽ വന്ന മാറ്റം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ ഒരുപാട് ഒതുക്കി പ്രാക്ടീസ് ചെയ്ത ഒരാള് കുറെ സ്ട്രഗിൾ ചെയ്തു, എങ്ങനെയാണ് വോയിസ് പുറത്ത് കൊണ്ടുവരേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് ആ ഹയർ പോർഷൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഗൂസ് ബംസ് വന്നു ശരിക്കും കേട്ടപ്പോൾ. പിന്നെ ഈ നമ്മുടെ ബാക്കിലുള്ള ഗ്രാഫിക്സ് ഒക്കെ കൂടെ ഇതിന്റെ ഈ പാട്ടിന്റെ കൂടെ കോറസ് പിള്ളേരെല്ലാവരും നന്നായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ആ പാട്ടിനെ ഒരു വേറെ തന്നെ ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോയത്. ശരിക്കും എന്താ പറയുക, ഞാനൊക്കെ ഒരു പ്രവാസിയായി വളർന്ന ഒരാളാണ്. ഷാനും അതുപോലെ ദുബായിലായിരുന്നല്ലോ. അപ്പോൾ ഈ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് അറബിക് സോങ്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. കാരണം നമ്മുടെ ആ ചൈൽഡ്ഹുഡിലേക്ക് ആ മെമ്മറീസിലേക്കൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അറബിക് സോങ്സിലും ഇതിലൊക്കെ വരുന്ന ഒരു ടച്ച് ഉണ്ട്. ശരിക്കും അത് മോൻ പാടിയപ്പോൾ സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഹയർ ഇതിലൊക്കെ വരുമ്പോൾ ഉള്ള ആ പാളിച്ചകളൊക്കെ ഉണ്ട്. അത് ആസ് എ സിംഗർ നമുക്ക് എപ്പോഴും നന്നാക്കാം. ഇനിയും അടുത്ത റൗണ്ട്സ് ഒക്കെ വരുന്നത് നമുക്ക് ശരിയാക്കാം. പക്ഷെ എന്നാലും ഫീൽ വൈസ് മോനെ എനിക്ക് ഒരുപാട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടുപോകും പാടിയ ആ പോർഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചേച്ചി എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു പോകുന്നു. കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗസലിൻ്റെ അകത്ത് നമ്മുടെ ജഗ്ജീത് സിംഗ് സാഹാബ് നല്ല മനോഹരമായ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ദർദ് സെ മേരാ ദാമൻ ഭർദോ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും അതിൻ്റെ അകത്തുള്ള മീനിങ്, അതായത് ഈ ഭൂമിയിൽ ഇപ്പം എല്ലായിടത്തും കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പം യുദ്ധമല്ലെങ്കിൽ പോലും എല്ലാവരുടെ മനസ്സുകളിലും ഒരുപാട് സംഘർഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലുള്ള മുറിവുകൾക്കൊക്കെ നീ ഒരു ആശ്വാസമാകൂ, ഞങ്ങളെ രക്ഷിക്കൂ അള്ളാഹുവേ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം നീ കല്ലാക്കൂ എന്നുള്ള ആ ആശയമുണ്ടല്ലോ, മനോഹരമായിട്ടാണ് അത് ആ ഹിന്ദിയിൽ. ഞാൻ അതിൻ്റെ 2 ലൈൻസ് പാടാം. मरहम रख दे या धरती के जख्मों पर मरहम रख दे या मेरा दिल पत्थर कर दे या अल्लाह या मेरा दिल पत्थर कर दे या अल्लाह फिर चाहे दीवाना कर दे या अल्लाह दर्द से मेरा दामन भर दे या अल्लाह दर्द से मेरा दामन भर दे या ബ്യൂട്ടിഫുൾ ചേച്ചി. അള്ളാഹുവിന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. അക്ഷയ് സാർ 9 marks. താങ്ക് യു സാർ. സൂപ്പർ. MG സാർ 9 marks. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷാനിക ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ. താങ്ക് യു സാർ. Okay, so total 18. Good. Good. Super. Good. Superstar.